വി.ഡി. സതീശൻ സർക്കാരിന് എത്ര കാലം ഭരണത്തിൽ തുടരാൻ പറ്റും? നിലവിലെ സാഹചര്യത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണിത്. ഈ വർഷം മെയ് 18-നാണ് UDF സർക്കാർ അധികാരമേറ്റത്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരിന് രാജ്യത്ത് 5 വർഷമാണ് കാലാവധി. അങ്ങനെ നോക്കുമ്പോൾ 2031 മെയ് 18 വരെ ഈ സർക്കാരിന് തുടരാം. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ യാഥാർത്ഥ്യമായാൽ വി.ഡി. സതീശൻ സർക്കാരിന് പരമാവധി 3 വർഷം മാത്രമേ ആയുസ്സുണ്ടാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ 5 വർഷം തികയ്ക്കാൻ കഴിയാത്ത കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ ഗണത്തിലാകും സതീശന്റെയും സ്ഥാനം. കേരളത്തിലെ 6ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് സതീശൻ. അതിൽ 2 പേർക്ക് മാത്രമാണ് 5 വർഷ കാലയളവ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അത് കെ കരുണാകരനും ഉമ്മൻചാണ്ടിയുമാണ്. രാഷ്ട്രീയമായ അനിശ്ചിതത്വങ്ങളോ അട്ടിമറികളോ സ്വന്തം പാർട്ടിയിലെ കാലുവാരലോ ഉണ്ടായില്ലെങ്കിൽ സതീശന് 5 വർഷം മുഖ്യമന്ത്രി പദം ഉറപ്പാണ്. എന്നാൽ ഇവിടെ അതല്ല നിലവിൽ സതീശന് വില്ലനായി മാറുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരാണ്. BJP ഒന്ന് ആഞ്ഞു പിടിച്ചാൽ 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ UDF ഭരണത്തിന് അവസാനമാകും. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയം. BJP എന്ന പാർട്ടി ഏറെക്കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്നതും RSSന്റെ പിന്തുണ ഉള്ളതുമായ ഒരു നയമാണിത്. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുകളെല്ലാം ഒന്നിച്ച് ഒറ്റയടിക്ക് നടത്തുക. അത് സംഭവിച്ചാൽ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളും കാലാവധി പൂർത്തിയാക്കാതെ ഇറങ്ങേണ്ടി വരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എത്രയും വേഗം നടത്താനുള്ള നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിന്റെ നടത്തിപ്പിനായി രൂപീകരിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മീറ്റിംഗുകൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഗോവയിൽ ചേർന്ന JPC യോഗത്തിനു പിന്നാലെ സമിതി അധ്യക്ഷനായ BJP MP PP ചൗധരി നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ വിഷയം വീണ്ടും ചർച്ചകളിൽ നിറച്ചിരിക്കുന്നത്. 2029 പൊതു തെരഞ്ഞെടുപ്പോടെ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന പരിഷ്കാരത്തിലേക്ക് നീങ്ങിയേക്കുമെന്നാണ് ചൗധരിയുടെ വാക്കുകൾ. ഇതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണെന്നും രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നടത്തിയ ചർച്ചകളിൽ അനുകൂലമായ വികാരമാണ് ഉയർന്നു വരുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രമോദ് സാവന്തുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ നിലവിലുള്ള വെല്ലുവിളികൾ എങ്ങനെ മറികടക്കാം, എല്ലാവർക്കും സ്വീകാര്യമാകുന്ന തരത്തിൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് പരിഷ്കരണം നടപ്പിലാക്കാം എന്നത് ചർച്ച ചെയ്തു എന്നാണ് ചൗധരി പറയുന്നത്. ഇതിനോടകം ഗുജറാത്ത്, ഡൽഹി, ഹരിയാന, കർണാടക, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ചർച്ചകൾ സമിതി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഭരണഘടനാ വിദഗ്ധർ, സാമൂഹിക സംഘടനകൾ, വിദ്യാഭ്യാസ വിദഗ്ധർ, പൊതുജനങ്ങൾ എന്നിവരുമായാണ് സമിതി ആശയവിനിമയം നടത്തുന്നത്. നേരത്തെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കരണം സംബന്ധിച്ച് ശുപാർശ സമർപ്പിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ 3ാം മോദി സർക്കാർ ഒരു ഉന്നതതല സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതി 2029 ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് പോകാം എന്നാണ് ശുപാർശ ചെയ്തത്. ഈ ശുപാർശയ്ക്ക് കേന്ദ്രമന്ത്രിസഭ 2024 സെപ്റ്റംബറിൽ അംഗീകാരം നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് ചർച്ചകൾക്കായി 39 അംഗ JPC രൂപീകരിക്കുകയും ചെയ്യുകയായിരുന്നു. 3ാം മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുമെന്നാണ് അന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത്. അത് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കാണുന്നതും. എന്നാൽ ഈ നീക്കങ്ങളെ പ്രതിപക്ഷം എതിർക്കുന്നുണ്ട്. എന്നാൽ ആ എതിർപ്പുകൾ ഫലം കാണുമോ എന്ന് കണ്ടറിയണം. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നത് ചെലവ് കുറയ്ക്കാനും വികസനം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുമെന്നാണ് BJPയുടെ വാദം. എന്നാൽ ഇതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പുകളുടെ ഉദ്ദേശശുദ്ധി തന്നെ ഇല്ലാതാകുമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഒന്നിച്ച് തെരഞ്ഞെടുപ്പുകൾ നടന്നാൽ ഒറ്റ അജണ്ടയിലാകും പ്രചരണവുമെല്ലാം മുന്നോട്ട് പോവുക. സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യില്ല. അത് BJPക്ക് രാഷ്ട്രീയ നേട്ടമായി മാറുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പിലാകാൻ 5ഓളം ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാർലമെന്റ് പാസാക്കേണ്ടതുണ്ട്. ഇതിന് 3/2 ഭൂരിപക്ഷം വേണം. അത് നേടാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമോ എന്നതും ഏറെ പ്രധാനമാണ്. അടുത്തിടെ വനിതാ സംവരണം നടപ്പാക്കാനെന്ന പേരിൽ കൊണ്ടുവന്ന മണ്ഡല പുനർനിർണയത്തിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ പരാജയപ്പെട്ടത് നാം കണ്ടു. പ്രതിപക്ഷത്തിന്റെ ഒറ്റക്കെട്ടായ നീക്കമാണ് അന്ന് വിജയിച്ചത്. പക്ഷേ ഇന്ന് രാഷ്ട്രീയ സാഹചര്യം ഏറെ വ്യത്യസ്തമാണ്. പ്രതിപക്ഷ പാർട്ടികൾ പലതും ഛിന്നഭിന്നമായി BJPക്കൊപ്പം ചേർന്നു കഴിഞ്ഞു. കൂടുതൽ രാഷ്ട്രീയ കളികളിലൂടെ 3/2 ഭൂരിപക്ഷത്തിന് വേണ്ട അംഗസംഖ്യ ഒപ്പിക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ BJP നടത്തുകയാണ്. അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭരണഘടനാ ഭേദഗതികളെല്ലാം നിഷ്പ്രയാസം കേന്ദ്ര സർക്കാരിന് നടപ്പിലാക്കാനാകും. അങ്ങനെ സംഭവിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2029 തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാകും. വി.ഡി. സതീശൻ ഉൾപ്പെടെ പല മുഖ്യമന്ത്രിമാർക്കും കാലാവധി പൂർത്തിയാക്കാനാകാതെ പടിയിറങ്ങേണ്ടിയും വരും.